ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഹെയർ സ്പ്ലിറ്റൻസിനെ കുറിച്ചിട്ടാണ്. എത്ര തരം ഹെയർ സ്പ്ലിറ്റൻസ് ഉണ്ട്, അതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം, അതെങ്ങനെയാണ് ഹെയർ സ്പ്ലിറ്റൻസ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ മുടിയുടെ അറ്റം വരെ എത്താതിരിക്കുമ്പോഴാണ് സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇപ്പൊ തണുപ്പ് കാലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ടൊക്കെ ആയിരിക്കും പോവുക കൂടുതൽ പേരും. അപ്പോഴൊക്കെ കൂടുതൽ കെട്ടുകുടുങ്ങിയിട്ടും അതുപോലെ സ്പ്ലിറ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വെറ്റായ ഹെയറിൽ നമ്മൾ ഹെയർ ടൂൾസ് ഉണ്ടാവുമല്ലോ, ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ, അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ നന്നായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹെയർ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ ഈ ഹെയർ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. രാത്രിയിൽ നമ്മൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കുമ്പോഴും ഈ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പില്ലോ കവർ ഉണ്ടല്ലോ, ആ പില്ലോ കവറിൽ നമ്മുടെ മുടി ഒരസിയിട്ട് നമ്മുടെ മുടിയുടെ അറ്റം സ്പ്ലിറ്റൻസ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ സ്പ്ലിറ്റൻസ് തന്നെ പല തരത്തിലുണ്ട്. അത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുടിയിൽ നിന്ന് തന്നെ രണ്ടായിട്ട് വേർപിരിഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് ഒന്നാമത്തെ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മുടിയിൽ നിന്ന് തന്നെ 3-4 ഇടകളായിട്ട് പൊട്ടി ഇങ്ങനെ വേർപിരിഞ്ഞ് വരുന്നതാണ് രണ്ടാമത്തെ സ്പ്ലിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സ്പ്ലിറ്റൻസ് എങ്ങനെയൊക്കെ വരാതിരിക്കാമെന്ന് നോക്കാം. നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ടും കഴിക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടിയിൽ ഒരിക്കലും ഹീറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നനഞ്ഞ മുടികൾ ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക കേട്ടോ. വീക്ക്ലി 2 ദിവസം നന്നായിട്ട് ഓയിൽ തേച്ച് കുളിക്കുക. പിന്നെ റെഗുലറായിട്ട് ഈ ഷാമ്പൂ ഒക്കെ തേക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ സിറം ഒക്കെ യൂസ് ചെയ്യുന്നത് ഹെയറിന് നല്ലതാണ് കേട്ടോ. ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ബനാനയും എഗ്ഗും കൂടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, കറ്റാർവാഴ നമ്മുടെ ഹെയറിന് എത്ര ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്ന്. അതുപോലെ കറ്റാർവാഴ ജെല്ലും ഈ സ്പ്ലിറ്റൻസ് ഇല്ലാണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3-4 മാസം കൂടുമ്പോൾ മുടിയുടെ താഴെ ഭാഗം അറ്റഭാഗം വെട്ടിക്കൊടുക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ടൈറ്റായിട്ട് കെട്ടിവെക്കുന്നതും കുറയ്ക്കുക കേട്ടോ. ഹെയർ ടൈറ്റായിട്ട് സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക. ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടിപ്സ് ഞാൻ കുറേ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പ്ലേ ലിസ്റ്റിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.